അമ്മ എന്റെ ഓഫീസിൽ ഏതെങ്കിലും ഫയൽ കണ്ടിരുന്നോ? ഫയൽ ആ ഡൈനിങ് ടേബിളിലുണ്ട്. സംസാരിക്കേ. അതെ മോനെ, ആ ഫയൽ അത് അത്യാവശ്യമുള്ളതായിരുന്നില്ലേ? അത് ഞാൻ പ്രീതയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അവൾ സിറ്റി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്കല്ലേ നിന്റെ ഓഫീസ് ഉള്ളത്? അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, പ്ലീസ് ഈ ഫയൽ പോകുന്ന വഴിക്ക് രോഹിതിന് കൊണ്ടുപോയി കൊടുക്കാൻ. അവൾ ഇപ്പൊ തന്നെ അവിടെ എത്തും. താങ്ക് യു അമ്മേ. ഓക്കെ, ടേക്ക് കെയർ. ചേട്ടാ, ആ ഫയൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചേട്ടൻ പോകുന്നില്ലെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരാം. ചേട്ടാ ഒന്ന് പറയുന്നേ. പ്രീത ഇവിടെ വരുമെന്നോ? താങ്ക് ഗോഡ്, എനിക്ക് അവളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ. ഇത് പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. എനിക്കറിയണം പ്രീതയ്ക്ക് എന്നോടുള്ള ഫീലിംഗ് എന്താണെന്ന്, എന്നെ അവൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള അവസരമാണിത്. ഇത് എന്ത് വ്യത്യസ്തമായ ഫീലിംഗ് എനിക്കുണ്ടാവുന്നത്. ചുറ്റിലും എന്തോ പവർ ഉള്ളതുപോലെ അതെന്നെ അകത്തേക്ക് പോകുന്നതിൽ നിന്നും വിലക്കും. അങ്ങനെ ഇവിടെ എന്താ ഉള്ളത്? ഞാൻ അകന്നു നിൽക്കേണ്ടതായി. നീ ഇതെന്തൊക്കെയാ ചിന്തിക്കുന്നത് പ്രീത? ഇത് രോഹിത് സാറിന്റെ ഓഫീസാ. ഇവിടെ എന്ത് അപകടം ഉണ്ടാവാനാ? ഇതാ നിങ്ങളുടെ സീറ്റ്. ഇന്നു മുതൽ നിങ്ങൾ ഇവിടെ ഇരിക്കണം. ഈ ഫോണിൽ നിന്ന് ആരെങ്കിലും വിളിക്കണമെങ്കിൽ ആദ്യം 0 ഡയൽ ചെയ്യണം. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഓഫീസിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ ആദ്യത്തെ പരിശ്രമം വിജയിച്ചു. ഇപ്പൊ ജോലി കിട്ടിയതുകൊണ്ട് അല്പം സെക്യൂർ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് പ്രീതയെ കണ്ടുപിടിക്കണം. അവളെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് പറയണം അവൾ രാവും പകലും എൻ്റെ ഓർമ്മയിലുണ്ടെന്ന്. അവൾ എത്രമാത്രം എന്നോട് അടുത്തിരിക്കുന്നുവെന്ന്. എന്തായാലും നോക്കാം. സലിൽ സാ, സുഖമായിരിക്കുന്നു? ഞാൻ സുഖമായിരിക്കുന്നു. നിങ്ങളോ? സുഖമായിരിക്കുന്നു. സലിലിനറിയോ രോഹിത് സാർ എവിടെയാ ഉള്ളതെന്ന്? അതേ ഒരു മീറ്റിങ്ങിനായി പോയി കോൺഫറൻസ് റൂമിൽ. ഓ, എനിക്ക് രോഹിത് സാറിന് ഈ ഫയലൊന്ന് കൊടുക്കാനാ. യെസ് മാം, അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു മാഡം വരുമെന്നും ഈ ഫയൽ എനിക്ക് തരുമെന്നും. ഓക്കെ. പിന്നെ അദ്ദേഹം ഇതും പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ക്യാബിനിൽ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. ഓക്കെ. അദ്ദേഹത്തിന്റെ ക്യാബിൻ ഇവിടെ നിന്ന് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുക. അവിടെ നിന്നും റൈറ്റ് പോകുമ്പോൾ സെക്കൻഡ് റൂം. താങ്ക് യു. ഇത് പ്രീതിയുടെ ശബ്ദം തന്നെ, ഒരു മാറ്റവും ഇല്ല. അവൾ എങ്ങോട്ട് പോയി? ഐ ആം ഷുവർ ഇത് പ്രീത തന്നെയാണ്. ഇന്നെന്റെ ലക്കി ഡേ തന്നെയാണ്. രാവിലെ ജോലി കിട്ടി, ഇപ്പൊ പ്രീതയെ. സലില് പറഞ്ഞത് റൈറ്റിലേക്കാ. ഷോ, ഞാനിപ്പോ ലെഫ്റ്റിലേക്കാ വന്നത്. ദീപക്, നിങ്ങൾ ഇവിടെ? അത് എനിക്ക് തോന്നി ഞാൻ പ്രീതയെ കണ്ടെന്ന്. പ്രീത? ഏത് പ്രീത? അഥവാ ഈ മാനേജർക്ക് പ്രീതയെ അറിയില്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് അവൾ ഇവിടെ ജോലി ചെയ്യുന്നില്ലെന്നാ. അഥവാ അവൾ ഇവിടെ അല്ല ജോലി ചെയ്യുന്നെങ്കിൽ അവൾ എന്തിനാ ഈ ഓഫീസിൽ വന്നത്? ഒന്നുകിൽ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഭാഗമായി, അല്ലെങ്കിൽ ഫിസിയോടെ ജോലി. ഇപ്പോൾ ഒന്നും പറയണ്ട, എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കുന്നത് സേഫ്. ദീപക്, ഐ എം സോറി സർ, ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് പോകും. ഐ എം സോറി. ഈ രോഹിത് സാറിന്റെ റൂം എവിടെയാണെന്ന് അറിയാം. അവിടെയാ. ഓക്കെ, താങ്ക് യു. മിസ്റ്റർ സലീൽ, നിങ്ങൾ അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോ? യെസ് സർ, ഞാൻ അവരോട് ക്യാബിൽ ഇരിക്കാൻ പറഞ്ഞു. വണ്ടർഫുൾ. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഹർ. ഓക്കെ സമീർ. അപ്പോൾ മിസ്റ്റർ സ്റ്റീഫൻ, ഈ ഫയലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. എന്താ ഈ ഫയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൽ എന്ത് തന്നെ എഴുതിയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് എന്റെ ഡിസിഷൻ മാറാൻ പോകുന്നില്ല മിസ്റ്റർ സമീർ. സർ, ദിസ് ഇസ് എ മീറ്റിംഗ് ഓർ സം ടൈം ഓഫ് ജോക്ക് ഹാപ്പനിങ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രം ഡീൽ ചെയ്യുന്നു. നിങ്ങൾ മൂഡ് ഓഫ് ആണെങ്കിൽ മൂഡ് ഓഫ്. ദിസ് ഇസ് വെരി അൺപ്രൊഫഷണൽ സർ. നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെയാണ് തീരുമാനം മാറ്റാൻ പറ്റുന്നത്? ജെന്റിൽമാൻ,
പ്ലീസ് എക്സ്ക്യൂസ് മീ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ വന്നേക്കാം. ഓക്കെ, യു കണ്ടിന്യൂ. ഒരല്പം വെയിറ്റ് ചെയ്യൂ മിസ്റ്റർ സമീർ. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. എന്ത് കാര്യമാണ് സർ? എല്ലാം വളരെ ക്ലിയർ ആണ്. പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? ഒരു ബിസിനസ് ഡീലാകുമ്പോൾ ഒരു ഉറപ്പ് വേണം. എന്റെ പണം വെറുതെ കളയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ ഓക്കെ, ജസ്റ്റ് ഗിവ് മീ അനദർ ചാൻസ്. ഒരുപക്ഷെ എനിക്ക് ഇവിടെ നിന്നും പ്രീതിയുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം മതിയായിരുന്നു എൻ്റെ ലൈഫ് മാറി മറിയാൻ. അവളോടുള്ളൊരു ചോദ്യവും അതിനുള്ള ഉത്തരവും. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തീരുമാനം അതിനാണുള്ളത്. പക്ഷെ അതിനെനിക്ക് ഒരു തവണ പ്രീതയുമായി സംസാരിച്ചേ മതിയാവൂ. ഒരു തവണ പ്രീതയുമായി എനിക്കിത് സംസാരിക്കാനായാൽ ഷെർലിനെ കോൾ ചെയ്ത് സംഭവിച്ചതിനെല്ലാം ഞാൻ മാപ്പ് പറയും. ഷേർലിൻ, how are you? I'm good. How are you? Great, yeah. നല്ല സുന്ദരിയായിട്ടുണ്ട്. Thank you. ഓഹോ, ഇതാണോ വെൽക്കം ചെയ്യാനുള്ള രീതി കിരൺ? ഇവൾ നിന്റെ ഏട്ടത്തിയാകാൻ പോകുന്നവളാ. അപ്പൊ നിന്നേക്കാൾ മുതിർന്ന ആളല്ലേ? കാലിൽ തൊട്ടല്ലേ അനുഗ്രഹം വാങ്ങേണ്ടത്. അതിന് പകരം ഇതെന്ത് ശീലവാ? ഏടത്തി, ഇത് ഏത് നൂറ്റാണ്ടിലെ കാര്യം പറയുന്നേ? ദിസ് ഇസ് ഫൈൻ. അതെ, ചേച്ചിക്ക് അറിയാവുന്നതല്ലേ ഞാൻ ആചാരങ്ങളിലൊക്കെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന്. ഓരോ ബന്ധത്തിനും അതിൻ്റെതായ റെസ്പെക്ട് ഉണ്ട്. നമ്മൾ അത് കൊടുത്തേ മതിയാവൂ. ശരിയല്ലേ? നിന്റെ ഭാവി ഏട്ടത്തിയാണ്, സ്ഥാനം കൊണ്ട് മുതിർന്നവളാണ്. ഓക്കെ അമ്മേ, ഓക്കെ ഓക്കെ ഓക്കെ. ഷേർലിൻ ചേട്ടത്തി, എന്റെ അമ്മ എന്നെ ആചാരങ്ങൾ തെറ്റിക്കാൻ അനുവദിക്കേയില്ല. അപ്പൊ നമുക്കതങ്ങ് അനുസരിച്ചല്ലേ പറ്റൂ. സംതിങ് ലൈക്ക് അനുഗ്രഹം തന്നാലും ചേട്ടത്തി. That's cool. ഇത് എന്ത് രീതിയാണ് മോനെ? നീ മോഡേണൈസേഷനെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞല്ലോ. നോട്ട് റൈറ്റ് കിരൺ. ഓ മോം മോം മോം, എന്റെ അമ്മ പറഞ്ഞു അമ്മയുടെ മോൻ രീതി അങ്ങ് മാറ്റി. അത്രേ ഉള്ളൂ കാര്യം, റൈറ്റ്? ഓ, ഞാൻ പറയുന്നൊന്നും ഈ വീട്ടിൽ ആരും കേൾക്കുന്നില്ലല്ലോ. ഏടത്തി, ഒന്ന് നിർത്തൂന്നേ. ഷേർലിൻ വീട്ടിൽ വന്നതല്ലേ നമ്മുടെ ഗസ്റ്റ് ആയിട്ട്. അപ്പൊ ഇത്തിരി വെള്ളം, ജ്യൂസ്, ഡു സം അറേഞ്ച്മെന്റ്. യു ആർ റൈറ്റ് ചേച്ചി. എന്നാ ഞാൻ പോയി അറേഞ്ച്മെന്റ് ചെയ്തിട്ട് വരാം. ഓക്കെ? താങ്ക് യു ഏടത്തി. വാ മോളെ, കം ഇൻസൈഡ്. ഷേർലിൻ, അമ്മ പറയുന്ന കേട്ട് വിഷമമൊന്നും വേണ്ട. അമ്മ സംസാരിക്കുമ്പോ മുത്തശ്ശി പോലെയാവും. പിന്നെ എന്റെ അനിയത്തി കാർത്തിക, അവൾ അനിയത്തിയായല്ല അമ്മയെ പോലെ പെരുമാറുന്നത്. അന്മയ അച്ഛമ്മ, അത് അച്ഛമ്മയല്ല. ഐ മീൻ, അച്ഛമ്മ എന്നോട് അങ്ങനെയല്ല പെരുമാറുന്നത്. എന്റെ അച്ഛമ്മ എന്നോട് നല്ലൊരു ഫ്രണ്ടിനെ പോലെയാണ്. നിനക്കൊന്നും മനസ്സിലാവില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡാ. എല്ലാവരും അവരവരുടെ റോൾ ഉപേക്ഷിച്ച് മറ്റു റോളുകൾ ആക്ട് ചെയ്യുക. അതൊക്കെ നിനക്ക് പതിയെ മനസ്സിലായിക്കോളും. യൂസ് ഇറ്റ്. ഐ ജസ്റ്റ് കം. മറ്റൊരു വഴിയില്ലായിരുന്നോ? നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ മാർക്കറ്റിൽ അത്രയും താഴേക്ക് പോകുന്നു, എന്നിട്ടും എന്നെ അറിയിച്ചില്ല. നിങ്ങൾ എന്നെ ഒരു വിഡ്ഢിയായിട്ടാണോ കാണുന്നത്? സർ, മിസ്റ്റർ സ്റ്റീഫൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേയില്ല. സബർ, മീറ്റിംഗ് നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യും. നാളെ അല്ല, ഇന്ന് തന്നെ വേണം. പിന്നെ ഞാൻ എന്റെ കമ്പനി എങ്ങനെ നിങ്ങളുമായി കൊളാബറേറ്റ് ചെയ്യും? മിസ്റ്റർ സ്റ്റീഫൻ, പ്ലീസ് റിലാക്സ്. നിങ്ങൾക്ക് നാളെ തന്നെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. നാളെയല്ല, എനിക്ക് ഇന്ന് തന്നെ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. അങ്ങനെ എന്ത് ജോലിയാ നിങ്ങൾക്ക് ഇപ്പൊ ബിസിനസിനേക്കാൾ വലുതായിട്ട്? എനിക്ക് മാത്രമല്ല, ഈ ലോകം മുഴുവനും അറിയാം നിങ്ങൾക്ക് ബിസിനസ്സാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന്. എന്റെ 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകൂ. മിസ്റ്റർ സമീർ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ നടത്തുന്നത്, അല്ല തമാശ കളിക്കല്ല. മിസ്റ്റർ സ്റ്റീഫൻ, നിങ്ങൾ ഇനി ഒരു തവണ കൂടി എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്റെ ക്ലയന്റ് ആണെന്ന കാര്യം ഞാൻ മറന്നുപോകും. എന്നിട്ട് എല്ലാ ഡീലും ഞാൻ തന്നെ ക്യാൻസൽ ചെയ്യും. ഐ ഡോണ്ട് കെയർ അബൌട്ട് എനി വൺ സ്മൈൽ. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരവും ഇല്ല. ഞാൻ സമീർ, ഹാൻഡിൽ ഇറ്റ്. ഇതെന്താണ് സംഭവിച്ചത്? ഇന്ന് രോഹിത് ചേട്ടൻ വല്ലാത്ത ടെൻഷനിലാണല്ലോ. എന്താ എന്താ കാര്യം? കം സിറ്റ്. കവിത ആന്റി, ആന്റി അമ്മയുമായി സംസാരിച്ചോ? അമ്മയോടോ? എന്താ കാര്യം? എന്നുവെച്ചാ അമ്മ ആന്റിയെ വിളിച്ചില്ലേ? ഇല്ല, കോളൊന്നും വന്നില്ല. പറയൂ, എന്താ കാര്യം? നിനക്കും എന്നോട് പറയാലോ. ആക്ച്വലി ആന്റി, അത് ആന്റി അമ്മയോട് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. നോക്കൂ ഷെർലിൻ, ഇന്ന് ഞാൻ നിന്നോട് ആദ്യമായും അവസാനമായി ഒരു കാര്യം പറയാ. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ നല്ല കാര്യമാണ് നീ രോഹിത്തിനെ ഇഷ്ടപ്പെട്ടത്, ഈ ബന്ധത്തിന് സമ്മതം മൂളിയത്. ഒരു കാര്യം പറഞ്ഞാൽ, ഈ ബന്ധം നടക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചാൽ ഞാനും നിന്റെ അമ്മയും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഞാനാ നിന്റെ ഈ ഫോട്ടോഗ്രാഫ് ഫാമിലി മെമ്പേഴ്സിനെ കാണിച്ചത്. കാരണം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു രോഹിത്തിന്റെ വൈഫാകാൻ നീ തന്നെയാണ് ബെസ്റ്റ് ചോയ്സ് എന്ന്. ആൻഡ് യു ആർ മൈ ചോയ്സ്. അതുകൊണ്ട് നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിന്റെ മനസ്സിലുള്ളത് എന്ത് തന്നെ ആയാലും അത് ചോദിക്കൂ. എപ്പോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ആക്ച്വലി ആന്റി, ഇന്നലെ സംഭവിച്ചത് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഷേർലിൻ, ഇന്നലെ അങ്ങനെ എന്താ സംഭവിച്ചത്? സംഭവിക്കാൻ പാടില്ലാത്തതായി? ഇന്നലെ ഞങ്ങൾ 3 പേര് റെസ്റ്റോറന്റിൽ പോയപ്പോ അവിടെ വെച്ച് റെസ്റ്റോറന്റിലെ മാനേജ്മെന്റ് ഒരു സ്റ്റുപ്പിഡ് കമ്പാറ്റിവിറ്റി ഗെയിം വെച്ചു. രോഹിത്തും പ്രീതയായിരുന്നു അവിടുത്തെ ബെസ്റ്റ് കമ്പാറ്റിവിറ്റി പാർട്ട്നേഴ്സ് ഓഫ് ദം.
ആ സമയത്ത് ഞാൻ മാനേജ്മെന്റിനോട് പറഞ്ഞ് റിസൾട്ട് റിവേഴ്സ് ചെയ്തു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോ എനിക്ക് വല്ലാതെ പേടി തോന്നി ആന്റി. എനിക്ക് തോന്നി രോഹിത്തിനും പ്രീതയ്ക്കും ഇടയിൽ എന്തോ നടക്കുന്നുണ്ടെന്ന്. രോഹിത്തിനും പ്രീതയ്ക്കും ഇടയിൽ രോഹിത്തിന്റെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നുമില്ല. ബിലീവ് മീ ആന്റി, ഐ കൻ സെൻസ് ഇറ്റ്. അവർക്കിടയിൽ ഉറപ്പായും എന്തോ ഉണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ല, ഡൗട്ട് അല്ല, ഉറപ്പാണ്. കിരൺ ചേട്ടനും പ്രീതിയും തമ്മിൽ ലവ് ആണെന്ന്. രോഹിത്തിന്റെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ദയ മാത്രമാ. അവന് ആളുകളെ സഹായിക്കുന്നത് വലിയ ഇഷ്ടാ. പിന്നെ പ്രീതയുടെ ഭാഗത്തു നിന്നായാലും ബഹുമാനം മാത്രമേ ഉള്ളൂ അവനോട്. നീ ടെൻഷൻ ആവണ്ട, വരൂ, ഇരിക്കും. റിലാക്സ്. താങ്ക് യു ആന്റി. ആന്റിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായി രോഹിത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഇല്ലെന്ന്. രോഹിത്തിന്റെ ഭാഗത്തൊന്നും അങ്ങനെ ഒന്നുമില്ല. ഇനി അഥവാ 1% ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ മേനോൻ കുടുംബം അങ്ങനെ ഒരു 3rd റേറ്റ് മിഡിൽ ക്ലാസ് പെൺകുട്ടിയെ ഞങ്ങളുടെ വീട്ടിലെ മരുമകളാകാനുള്ള പെർമിഷൻ കൊടുക്കുകയില്ല. അതുപോലെ ഈ കവിത എന്തു പറയുന്നോ അത് മാത്രമേ രോഹിത് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഈ വീട്ടിൽ കവിതയുടെ വാക്കാരും അനുസരിക്കാതിരിക്കില്ല, ആരും തന്നെ. ഓ മൈ ഗോഡ്, വലിയ മഴ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. കാറ്റും വീശുന്നുണ്ടല്ലോ. പ്രീതയോട് സംസാരിക്കാനുള്ള അവസരം കിട്ടാൻ വേണ്ടി അവളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ എവിടെ നിന്നാ ഞാൻ തുടങ്ങുക? എങ്ങനെ എൻ്റെ മനസ്സിലുള്ള കാര്യം അവളോട് പറയുന്നത്? എങ്ങനെ ചോദിക്കുക എൻ്റെ ലൈഫ് പാർട്ട്ണറാകാൻ സമ്മതമാണോ എന്ന്? അയ്യോ, രോഹിത് സാർ നന്നായി നനഞ്ഞു. വിൻഡോ അടയ്ക്കാൻ ശ്രമിച്ച് പ്രീതയെ നന്നായി നനഞ്ഞിട്ടുണ്ട്. കാറ്റടിച്ചപ്പോ ജനല് തുറന്നു, മുഴുവൻ വെള്ളം അകത്തേക്ക് വീഴാൻ തുടങ്ങി. ക്യാബിൻ മൊത്തം നനഞ്ഞാലോന്ന് വിചാരിച്ചാ, പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ടും അത് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പൊ രോഹിത് സാർ വന്നു, എന്നെ സഹായിച്ചു. ഒരുമിച്ച് ചെയ്തപ്പോ അത് ശരിയായി. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ശ്രമിച്ചതുകൊണ്ടാ ഇത് സാധിച്ചേ. നിൽക്കൂ പ്രീത, ഒരു മിനിറ്റ്. അല്ല, ഇതെ പിടിക്കേ. ഓ, താങ്ക് യു. ഞാൻ ആക്ച്വലി പ്രീത, ഞാൻ ആക്ച്വലി ആലോചിക്കുകയായിരുന്നു. ഐ മീൻ, എനിക്ക് തോന്നി എന്താന്ന് വെച്ചാ, എന്താണെന്നറിയോ, ആക്ച്വലി ഞാനതിനെ നോട്ടീസ് ചെയ്തു. പ്രീത എൻ്റെ കൂടെ ഉള്ളപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ടാവുന്നു എന്ന്. അത് യു ആർ ലൈക്ക് എ ഡിസൈഡിങ് ഫാക്ടർ ഇൻ മൈ ലൈഫ്. അതിപ്പോൾ ഞാൻ എങ്ങനെയാ പറഞ്ഞു തരിക? അതായത് ആദ്യമൊക്കെ എനിക്ക് തോന്നിയിരുന്നത് ഓരോ ജോലിയും എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നാണ്. ഇപ്പോൾ തോന്നുന്നു എത്ര സിമ്പിൾ ആണെന്ന്. അച്ഛമ്മയുടെ കാര്യം തന്നെ എടുക്കാം. അച്ഛമ്മയുടെ കാലിൽ എത്ര കാലമായിട്ട് ആ വേദന ഉണ്ടായിരുന്നത്. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരു കാര്യവും ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ എല്ലാം മാറിയില്ലേ, എല്ലാം ശരിയായി. ഇൻഡയറക്ട്ലി ഇറ്റ്സ് എ ഫേവർ ഫോർ മീ. കാരണം അച്ഛമ്മയ്ക്ക് വേദന ഉണ്ടാകുമ്പോൾ ശരിക്കും വേദനിച്ചത് എനിക്കായിരുന്നു. പക്ഷെ ഇപ്പോഴോ അച്ഛമ്മ ശരിക്കും ഡാൻസ് കളിക്കാൻ പറ്റുന്ന വിധത്തിലായി. ആ മാജിക്ക് താൻ കാരണം മാത്രമാണ്. ആൻഡ് യു നോ, പിന്നെ എനിക്ക് ഇങ്ങനെയും തോന്നുന്നുണ്ട്, അഥവാ പ്രീത ഇല്ലായിരുന്നെങ്കിൽ അമ്മ ഇപ്പോഴത്തെ പോലെ ഇത്ര സന്തോഷത്തിലിരിക്കില്ലായിരുന്നു എന്ന്. ഇല്ല, ഈ കാര്യത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. അഥവാ ഇന്ന് സാറിന്റെ അമ്മ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം സാറാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് സാറിനോട് പറയണമെന്നുണ്ട്. ഇന്ന് സാറ് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണവും സാറ് തന്നെയാണ്. എല്ലാ ക്രെഡിറ്റും സാറിന് അവകാശപ്പെട്ടതാ. പക്ഷെ എന്റെ സന്തോഷത്തിന്റെ കാരണം താനാണ് പ്രീത. ഒരേ ഒരു തവണ നീ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി, നിനക്ക് എന്റെ ലൈഫ് പാർട്ണറാകാൻ സമ്മതമാണെന്ന്. എനിക്കത് മാത്രം മതി പ്രീത. ഞാനിപ്പോ സാറിനോട് എന്താ പറയാ? സാറിന്റെ നല്ല മനസ്സുകൊണ്ട് എപ്പോഴും എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ, എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലേ, അറിയില്ല എനിക്ക്. സാർ എവിടെ നിന്നോ വരുന്നു, മാജിക്കലി എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്നു. അതുപോലെ തന്നെ മുംബൈ പോലെ വലിയൊരു നഗരത്തില് ഇവിടെ എത്തുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പണവും ഇല്ല, ജോലിയും ഇല്ല. അപ്പൊ നിങ്ങൾ എനിക്ക് ജോലി തന്നു, 2000 രൂപയും തന്നു. അത് ഓർമ്മയുണ്ടോ സാറിന്? സാറ് ചിരിക്കുകയാണോ?
പക്ഷെ കയ്യിൽ ഒരു 20 രൂപ പോലും എടുക്കാനില്ലാത്ത ഒരാൾക്ക് ആ 2000 രൂപയുടെ വില എന്താണെന്ന് മനസ്സിലാവും. പ്രീത, ഞാനൊന്ന് പറഞ്ഞോട്ടെ, കേട്ടിട്ടില്ലേ? ശരിയായ സുഹൃത്തിനെ തിരിച്ചറിയുന്നത് മോശ സമയത്താണെന്ന്. അതുവരെ ശരിയാണ്. എപ്പോഴങ്ങനെയൊക്കെ സംഭവിച്ചോ? അതായത് സൃഷ്ടിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനും എൻ്റെ മേൽ അന്നങ്ങനെ മോഷണക്കുറ്റം ആരോപിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാനും അന്ന് സാറ് തന്ന ആ സപ്പോർട്ടിനും സഹായത്തിനും ഞാൻ എങ്ങനെയാ നന്ദി പറയാ? അന്ന് എനിക്ക് ആരുടെയെങ്കിലും സഹായം ഏറ്റവും അധികം ആവശ്യമുണ്ടായിരുന്ന സമയത്ത് സാർ എന്നെ സഹായിച്ചത്. ജീവിതത്തിന്റെ ശരിയായ ഉദ്ദേശം അതല്ല പ്രീത. സമയം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പരസ്പരം ഒരുമിച്ച് നിൽക്കുക എന്നതാണ്. പരസ്പരം സഹായിക്കുക, ഓരോ ബുദ്ധിമുട്ടിലും പരസ്പരം കൈകോർക്കുക, അതല്ലേ ശരിക്കും ജീവിതം എന്ന് പറയുന്നത്. രോഹിത് സാർ, സാറിന്റെ ജീവിതത്തിൽ സുഹൃത്തുക്കൾക്ക് ഇത്രയധികം സ്ഥാനമുണ്ടെങ്കിൽ, ഇത്രയധികം വാല്യൂ കൽപ്പിക്കുന്നെങ്കിൽ, ബഹുമാനിക്കുന്നെങ്കിൽ, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ എനിക്ക് അത്രയും അഹങ്കാരത്തോടെ പറയാൻ കഴിയും സാറിന്റെ സുഹൃത്തായതിൽ ഇത്രയധികം സന്തോഷിക്കുന്ന പെൺകുട്ടി ഞാനാണെന്ന്. ആ പിന്നെ ഇന്ന് ഞാൻ സാറിനൊരു പ്രോമിസ് തരിക. എങ്ങനെയാണോ സാർ എന്നെ സപ്പോർട്ട് ചെയ്തത് അതുപോലെ സാറിന്റെ എല്ലാ കാര്യത്തിലും ഞാനുണ്ടാവും. താങ്ക് യു പ്രീത, താങ്ക് യു വെരി മച്ച്. ആക്ച്വലി ഞാൻ എത്ര മണ്ടന, ഞാൻ സംസാരിച്ചെന്ന് മറന്നുപോയി. പ്രീതയുടെ മുടി ആകെ നനഞ്ഞിരിക്കുക. എന്നിട്ട് ഞാൻ ടിഷ്യൂ മാത്രം തന്നെ. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാം. സാരമില്ല, ഇതിപ്പോ ഉണങ്ങിക്കോളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല, എല്ലാവരും സാറിനെ എന്തിനാ ഇത്ര ഗൗരവക്കാരനായി കാണുന്നേ? ഇദ്ദേഹം വളരെ സിമ്പിളായിട്ടാ എനിക്ക് തോന്നുന്നത്. ചില സമയത്താണെങ്കിലോ ചെറിയ കുട്ടികളെ പോലെയാ സംസാരിക്കുന്നത്. അയ്യോ സോറി. Are you okay? ഇത്രയും സമയമായോ? ഓ, അത് ആക്ച്വലി എന്താണെന്നറിയോ, എനിക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. മുത്തശ്ശിയുടെ റിപ്പോർട്ട്സ് കളക്ട് ചെയ്യാനാ. ഇനി ഞാൻ ലേറ്റ് ആയാ അവർ കൗണ്ടർ അടച്ചിട്ട് പോകും. ഒരല്പസമയം കൂടി നിൽക്കൂ. ഓ ഗ്രേറ്റ്, ഇപ്പൊ മഴയും കുറഞ്ഞിട്ടുണ്ട്. ഇനി മഴ കൂടുകയാണെങ്കിൽ എനിക്ക് പോവാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പോവാ. പക്ഷെ ഞാൻ പ്രീതയ്ക്കൊന്നും തന്നില്ലല്ലോ. താൻ ആദ്യമായിട്ടല്ലേ ഓഫീസിൽ വരുന്നേ. ഞാൻ ഒരു മിനിറ്റ്, ഞാനൊന്ന് കോഫി റെഡിയാക്കി തരാം. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരാം. സമാധാനമായിട്ട് ഇരുന്ന് കോഫി കുടിക്കാം. എന്നാ ഞാൻ ഇപ്പോഴും ഇറങ്ങിക്കോട്ടെ. മഴ മാറി. സീ യു, ബൈ. നീ എന്താ ചെയ്ത രോഹിത്? നീ എന്ത് പറയാനാ കാത്തിരുന്നേ? അവള് ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴെങ്കിലും നിനക്ക് അവളോട് മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു അവസരമല്ലേ നിനക്ക് ലഭിച്ചത്. എന്നിട്ട് നീ എന്താ ഞാൻ എന്താ ഈ ചെയ്തേ? എന്താ ഞാനിങ്ങനെ? ഞാൻ എന്താ അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാതിരുന്നത്? എന്താ ഞാനൊന്നും പറയാതിരുന്നത്? ഒന്നും പറയാതെ അവളുടെ മനസ്സ് എങ്ങനെ ഞാൻ അറിയും? ഇനി ഞാനിപ്പോ എന്താ ചെയ്യാ? ഓ ഗോഡ്. പക്ഷെ ഇൻഡയറക്ട്ലി അവൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവൾ പറഞ്ഞില്ലേ എപ്പോഴും എന്റെ ഒപ്പം ഉണ്ടാവുമെന്ന്. ആൻഡ് ദിസ് ഈസ് ഇൻഡയറക്ട്ലി എന്ന് പറഞ്ഞ സമ്മതം തന്നെയല്ലേ എന്നോട്. ഇറ്റ് മീൻസ് ഷീസ് ലൈക്സ് മീ. എന്നെ അവള് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനർത്ഥം എന്നെ വിവാഹം കഴിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു എന്നല്ലേ? എന്നുവെച്ചാ അവൾക്ക് എന്നെ പ്രീത, ഐ റിയലി ലവ് യു. ഐ റിയലി ലവ് യു. ഒരു തവണ കൂടി അവളുടെ നാവിൽ നിന്ന് ഈ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ എനിക്ക് സമാധാനമാവുമായിരുന്നു. അങ്ങനെ ഒരു കോൺഫിഡന്റ് വന്നാലല്ലേ അമ്മയോട് സംസാരിക്കാൻ പറ്റൂ. രോഹിത്, നിനക്കൊരു അവസരം കിട്ടിയപ്പോൾ നീ എന്തൊക്കെ കാര്യങ്ങൾ അവളോട് സംസാരിച്ച്. പക്ഷെ നീ ശരിക്കും നിന്റെ പോയിന്റിലേക്ക് മാത്രം വരാതിരുന്ന എന്തുകൊണ്ടാ? ശരി ശരി ശരി, ഒരു കാര്യം ചെയ്യാം. ഹായ് ഹായ്, നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്തതാണോ? അതെ. ഗുഡ്. ഒരു കാര്യം ചെയ്യൂ, ഈ ഡ്രോയിൽ ഒരു ഇമ്പോർട്ടന്റ് ഫയലുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആൾ ആ ഫയലാണ് വർക്കൗട്ട് ചെയ്തിരുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ഫയല് രോഹിത് സാറിന്റെ ക്യാബിൽ എത്തിക്കണം. ഓക്കെ? ഇതല്ലേ? യാ റൈറ്റ്. ഗുഡ്. ഓൾ റൈറ്റ്. ബൈ. ബൈ സലൽ സർ. പ്രീതിയുടെ ശബ്ദമാണല്ലോ.
ഗോഡ്, ഇനി ഈ സമയത്ത് ഓട്ടോ കിട്ടുമെന്ന് തോന്നുന്നില്ല. ടാക്സി തന്നെ വിളിക്കാം. രോഹിത് സാറിന്റെ ടവല് ഇപ്പൊ തന്നെ ഓഫീസിൽ ചെന്ന് ഇത് തിരിച്ചു കൊടുത്തേക്കാം. സർ, സാറെങ്ങനെ നനഞ്ഞ എന്താണ്? ഒന്നുമില്ല. ഓ, അതിനർത്ഥം അവളിവിടെ എത്തിയെന്നല്ലേ? എന്താ? ഐ എം സോറി സർ, ഞാൻ ലിമിറ്റ് ക്രോസ് ചെയ്തു. എന്നാ ഞാൻ നിനക്ക് ഇന്ന് അനുവാദം നൽകുകയാണ്. ഇന്ന് നിനക്ക് നിന്റെ എല്ലാ ലിമിറ്റ്സും ക്രോസ് ചെയ്യാം. നിനക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് അതെല്ലാം സംസാരിക്കാം. യുനോ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അത് നമുക്ക് നന്നായി അറിയാവുന്നവരോട് പറയാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ അപരിചിതരോട് പറയാനോ എളുപ്പവും. അതെ, അവളിവിടെ വന്നിരുന്നു. കുറച്ച് സമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ പോയപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ലോകം തന്നെ അവൾ കൊണ്ടുപോയി എന്നാണ്. ഒരുപക്ഷെ അവളെ നിനക്കിന്ന് കാണിച്ചു തരാൻ പറ്റിയിരുന്നെങ്കിൽ. അതെ സർ, ഐ വിഷ്. ഞാനത് മിസ് ചെയ്തു. നോ പ്രോബ്ലം മൈ ഫ്രണ്ട്. സർ, ഇതാ മഹാരാജയുടെ ഫയൽ. ദിസ് ഈസ് 2015. ഐ നീഡ് 2017. അത് നിന്റെ ഡെസ്കിന്റെ ലെഫ്റ്റ് സൈഡിലെ ഡ്രോയറിൽ കാണും. ഐ എം സോറി സർ, ഞാനത് എടുത്തുകൊണ്ട് വരാം. വേഗം വേഗം. ഇന്ന് ശരിക്കും ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ട്. എനിക്ക് നീയുമായി റിലേഷൻ സ്ഥാപിക്കണം. പക്ഷെ പ്രീത, ഞാൻ നിന്നെ കാണുമ്പോൾ സംസാരിക്കാനുള്ള കാര്യങ്ങൾ പോലും ഞാൻ മറന്നു പോവുകയാണ്. ഇങ്ങനെയാ ശരിയാവില്ല രോഹിത്. അടുത്ത തവണ ഇനി പ്രീതയെ കാണുമ്പോൾ എല്ലാം ക്ലിയർ ആക്കിയേ പറ്റൂ. ഒരു തവണ നിന്റെ നാവിൽ നിന്നും സമ്മതം കിട്ടിയാൽ പ്രീത, എന്നെപ്പോലെ സന്തോഷിക്കുന്ന ഒരാൾ ഈ ഭൂമിയിൽ എവിടെയും ഉണ്ടാകില്ല. നീ എങ്ങനെ ഇല്ലാതാക്കും ഈ ബന്ധം? ഞാൻ തന്നെ ഈ ബന്ധം അവസാനിപ്പിക്കുകയാണ്. നീ ഇവിടെ കുടുംബം എന്ന് പറയുന്നുണ്ടല്ലോ. നിന്റെ കുടുംബത്തിന് ഒരു കുറവും ഇല്ലേ? ഈ ബന്ധം അവസാനിച്ചിരിക്കുന്നു. എന്നേക്കുമ്പോൾ ഞാൻ ഈ ബന്ധം അവസാനിപ്പിക്കുകയാണ്. കേട്ടല്ലോ നീ? പ്രീത, നീ ഇവിടെ? പ്രീത, പ്രീത, ഞാൻ പറയുന്നത് കേൾക്ക്. പ്രീത. യെസ് അമ്മേ. രോഹിത്, നീ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത് മോനെ? കുറച്ച് വൈകുമേ. ഇന്നിവിടെ കുറച്ച് കൂടുതൽ ജോലിയുണ്ട്. മോനെ, അതെന്താന്ന് വെച്ചാല് ഷേർലിൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചെറിയൊരു സെലിബ്രേഷൻ നടത്തുക. അതുകൊണ്ട് ഞാൻ. എന്ത് സെലിബ്രേഷൻ അമ്മേ? ഓഹോ, നീ പറയുന്നത് കേട്ടതൊന്നും നിനക്ക് ഒന്നും അറിയില്ലെന്ന്. നിന്റെ വിവാഹം നടക്കാൻ പോകാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? വീട്ടിലെ എല്ലാവർക്കും അറിയാം നിന്റെ ബന്ധം ഫിക്സ് ആയെന്ന്. നമ്മുടെ ഭാവി മരുമകൾ ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു സെലിബ്രേറ്റ് ചെയ്യാന്ന്. ഈ സെലിബ്രേഷനിൽ നീ ഇല്ലെങ്കില് അത് വല്ലാത്തൊരു ശൂന്യതയായി പോകില്ലേ? അതുകൊണ്ടാ പറയുന്നത് നീ വേഗം വീട്ടിലേക്ക് വരാൻ. അമ്മേ റിലാക്സ്. നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടല്ലേ? ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. അത് ഓ രോഹിത്, എനിക്ക് നിന്റെ ഒരു മറുപടിയും കേൾക്കണ്ട. നീ വേഗം വീട്ടിലേക്ക് വാ. ഓക്കെ, വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ യു. അത് അങ്ങനെയല്ല. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ഞാൻ അവരെ കൂടെ എങ്ങനെ സന്തോഷിക്കാനാ? അത് സന്തോഷമല്ല, എനിക്ക് തലവേദനയാ തരുന്നേ. രോഹിത്, ആ ബന്ധം വളരെ മുന്നോട്ട് പോവുകയാണ്. അത് അധികം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പ്രീതിയോട് സംസാരിച്ചേ തീരൂ. ഇപ്രാവശ്യം എന്ത് തന്നെ വന്നാലും കാര്യങ്ങൾ വ്യക്തമായി സംസാരിച്ചേ തീരൂ. അവളോട് ഡയറക്റ്റായിട്ട് ചോദിക്കണം അവൾ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന്, എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. എൻ്റെ വിധി തീരുമാനിക്കുന്നത് ആ മറുപടി ആശ്രയിച്ചായിരിക്കും. എൻ്റെ തീരുമാനവും അതിനെ ആശ്രയിച്ച് തന്നെയായിരിക്കും. ചിലപ്പോൾ പ്രീത ഓഫീസിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ സിറ്റി ഹോസ്പിറ്റൽ. അവൾ എവിടെയാണെങ്കിലും ഇന്ന് എനിക്ക് അവളോട് സംസാരിച്ചേ തീരൂ. പ്രീത, 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 നിനക്ക് എന്താണ് പറ്റിയത്? പ്രീത, എന്തിനാ നീ എന്നെ കാണുമ്പോൾ ഓടുന്നേ? ഞാൻ ദീപക്കാണ്, നിന്റെ ദീപക്. നീ എന്റെ ആരുമല്ല. എനിക്ക് നിന്നെ അറിയില്ല. ഞാനും നീ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇല്ലാത്തൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കരുത് നീ. നിനക്ക് എങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് പ്രീത? ഞാൻ പറയുന്ന കേക്ക്. നോക്ക്, ഞാൻ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. ഒന്ന് മതിയാക്ക്. നിന്റെ അഭിനയം ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. നാട്ടിൽ വെച്ച് നീ ഒരുപാട് എന്റെ മുമ്പിൽ അഭിനയിച്ചു. അന്ന് എന്തൊക്കെയാ പറഞ്ഞത്? എന്നെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ. എന്നാൽ സ്ത്രീധനത്തിന്റെ പേരിൽ നീ എന്നെ വേണ്ടെന്ന് വെച്ചു. ഇനി നീ എന്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് ബുദ്ധിമുട്ടരുത്. നിന്നെ ഞാനൊരു മനുഷ്യനായിട്ട് കൂട്ടിയിട്ടേ ഇല്ല. ഇനി എനിക്ക് നിന്റെ പേര് കേൾക്കണമെന്നില്ല. ആ പേര് കേൾക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുക. പ്രീത, പ്രീത, പക്ഷെ എന്റെ മനസ്സ് എപ്പോഴും നിന്റെ പേരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രീത. എന്റെ ഹൃദയത്തിൽ ഈ പേര് മാത്രമാണ് പതിഞ്ഞിരിക്കുന്നത്.
പ്രീത, നീ അല്ലാതെ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഒരു പെൺകുട്ടി ഉണ്ടായിട്ടില്ല. സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ്. നീ പോയതിനു ശേഷം ഒരുപാട് ബന്ധങ്ങൾ വന്നതാണ് എനിക്ക്. പക്ഷെ ഞാനതെല്ലാം റിജക്റ്റ് ചെയ്തു. കാരണം എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ നിന്റെ മുഖം മാത്രമായിരുന്നു പ്രീത. മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം. പ്രീത, ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് തെറ്റുപറ്റി. പക്ഷെ ഞാനിതുവരെ നിന്നെ മറന്നുപോയിട്ടില്ല. എനിക്ക് സ്വയം എന്നോട് ക്ഷമിക്കാനും സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഞാൻ എൻ്റെ അച്ഛനമ്മമാർ പറഞ്ഞത് കേൾക്കാതിരുന്നെങ്കിൽ അറിയില്ല എനിക്കിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്. ഞാൻ എൻ്റെ എൻഗേജ്മെന്റ് മുടക്കി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ അച്ഛനമ്മമാരുമായി വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രീത. നീ ചെയ്തതിന് അച്ഛനമ്മമാരെ കുറ്റം പറയണ്ട. എൻഗേജ്മെന്റ് മുടക്കിയത് നീയാ. കാരണം നിനക്ക് എന്റെ അച്ഛന്റെ വീട് വേണമായിരുന്നു, നിന്റെ ലൈഫ് സെറ്റിൽ ആവാൻ. മറന്നുപോയോ നീ എന്നോട് പറഞ്ഞിട്ടില്ലേ വിവാഹത്തിൽ അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ സാധാരണയാണെന്ന്? അതേ പ്രീത, തെറ്റുപറ്റിപ്പോയി എനിക്ക്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ അച്ഛനമ്മമാർ അത്രയും പ്രഷറാണ് എന്റെ തലയിൽ വെച്ച് തന്നത്. അവർക്ക് പണം മാത്രം മതിയായിരുന്നു, സ്വത്ത് മതിയായിരുന്നു. പക്ഷെ ഭ്രാന്ത് പിടിച്ചത് എനിക്കാണ്. ഞാൻ അവർ പറയുന്ന കേട്ട് ഞാൻ എന്റെ ശരിയായ വ്യക്തിത്വം മറന്നു. നീ അത്ര ചെറിയ കുട്ടിയൊന്നും അല്ല. അച്ഛനമ്മമാര് ബ്രെയിൻ വാഷ് ചെയ്ത് അതിൽ വീഴാൻ. ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് നീയായിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് നീ തെറ്റിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. നിനക്കറിയോ നീ കാരണം എന്റെ പപ്പയ്ക്ക് എത്ര വലിയ ആപത്താണ് ഉണ്ടായതെന്ന്? അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചു. നീ കാരണം ഞാനും എന്റെ അനിയത്തി ഇപ്പൊ അനാഥരായി. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ പശ്ചാത്താപം കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നിന്നെയോ നീ പറയുന്ന കാര്യങ്ങളിലോ ഒരിക്കലും വിശ്വാസം ഉണ്ടാവില്ല. പ്രീത, ഹൗ ഡെയർ യു! എന്റെ കൈന്ന് വിട്. ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്കിടയിൽ ഒന്നും തന്നെ ഇല്ലെന്ന്. ഇല്ല പ്രീത, ഞാൻ പറയുന്ന കേക്ക്. നീ എന്നെ വഴക്ക് പറഞ്ഞോ, ദേഷ്യപ്പെട്ടോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ നീ എന്നോട് ക്ഷമിച്ചോ എന്ന് പറയാതെ ഞാൻ നിന്റെ കൈ വിടില്ല പ്രീത. പ്രീത, പ്ലീസ് എന്നോട് ക്ഷമിക്ക്. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഞാൻ ചേട്ടന്റെ ക്യാബിനിലേക്ക് വരുമായിരുന്നു. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് എനിക്ക് പേപ്പർ. സമയമില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് പേപ്പറാണ്. സമീറ, എനിക്ക് വളരെ അർജന്റ് ആയിട്ടൊരു കാര്യമുണ്ട്. ചേട്ടാ, ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് എല്ലാം നീ തന്നെ മാനേജ് ചെയ്യാം. എന്റെ കൈന്ന് വിടാൻ പറഞ്ഞില്ലേ? നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നതാ ഞാൻ. എന്റെ ജീവിതം മുഴുവൻ നിനക്കായി സമർപ്പിക്കാനിരുന്നതാ. ഞങ്ങൾ സാധാരണ വീട്ടിലെ പെൺകുട്ടികൾ ഇങ്ങനെ തന്നെയാണ്. അച്ഛനമ്മമാർ ഏത് ബന്ധം കാണിച്ചു തന്നാലും അയാളെ സ്വന്തം ഭർത്താവായി ഭഗവാനായി സ്വീകരിച്ച് ജീവിക്കുന്നു. ഞാനും നിന്നെ എന്റെ പക്ഷെ നീ എന്താ ചെയ്തത്? എനിക്ക് നിന്റെ സഹായം ഏറ്റവും ആവശ്യമായിരുന്ന സമയത്ത് നീ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. ഉണ്ടായിരുന്ന ബന്ധം നീ ആയിട്ട് അവസാനിപ്പിച്ചു. നിനക്കൊരു കാര്യം അറിയോ? നീ കാരണം ഞാനും എന്റെ കുടുംബം അനുഭവിച്ച നാണക്കേട് എത്രയാണെന്ന്. പാവം ഞങ്ങളുടെ പപ്പ ഞങ്ങളെ അതിന്റെ പേരിൽ ഞാൻ എന്നെ തന്നെ ശകാരിക്കാത്ത ദിവസമില്ല പ്രീത. ഞാൻ നിന്റെ അച്ഛനെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് പശ്ചാത്തപിച്ചു. അതുകൊണ്ടാണ് ഞാൻ എന്റെ സ്കൂളിൽ നിന്റെ അച്ഛന്റെ പേരിൽ സ്കോളർഷിപ്പ് പോലും തുടങ്ങിയത്. ഏത് പെൺകുട്ടിയാണോ സയൻസിൽ ടോപ്പാകുന്നത് അവൾക്ക് 20,000 രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടും. പ്രീത, നിന്റെ അച്ഛനും എനിക്ക് അച്ഛനെ പോലെ തന്നെയാ. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ഞാനൊരു 1-ാം നമ്പർ കഴുതയാണെന്ന്, വിഡ്ഢിയാണെന്ന്. അല്ലെങ്കിൽ ഞാൻ നിന്റെ അച്ഛന്റെ പ്രതീക്ഷകളെ തകർക്കില്ലായിരുന്നു. എന്നെ അദ്ദേഹം എത്രമാത്രം സ്നേഹിച്ചിരുന്നു. പ്രീത, നമ്മുടെ ബന്ധം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ? നീ മറ്റൊരാൾ കാരണം എന്റെ പപ്പയുടെ അവസാന ആഗ്രഹം പോലും പൂർത്തിയായില്ല. നിന്നോട് എന്റെ മനസ്സിൽ ഒരു റെസ്പെക്റ്റും ഇല്ല ദീപക്. പ്രീത, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ നിന്നോട് ഹൃദയം കൊണ്ട് മാപ്പ് പറയുക. നോക്ക്, കണ്ടോളൂ, ഞാൻ ഈ ബന്ധം വീണ്ടും കൂട്ടിയിണക്കും. പ്രീത, എനിക്ക് ഒരവസരം തരൂ പ്ലീസ്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പ്രീത. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല പ്രീത. പ്ലീസ് മനസ്സിലാക്ക് പ്രീത. ഐ ലവ് യു പ്രീത. പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ നിനക്ക് ഇനി ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല പ്രീത. ഐ പ്രോമിസ്. വിട് ദീപക്. പ്രീത, പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് ഒരവസരം തരൂ. എനിക്കിതിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം വേണം. പ്രീത, ഞാനത് പറയുന്ന കേക്ക്. ദീപക്, പ്രീതയും താനും. സാറിന് പ്രീതയെ അറിയോ? അവിടെ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അവളെന്റെ അച്ഛമ്മയുടെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. തനിക്ക് എങ്ങനെ അവളെ പരിചയം? സാർ, പരിചയമുണ്ടെന്ന് മാത്രമല്ല, ഞാൻ പ്രീതയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കായിരുന്നതാ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് മുടങ്ങി. കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ഫാമിലികൾ തമ്മിൽ ബന്ധം ഉണ്ടാകുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ചിലത് മനസ്സിനെ വേദനിപ്പിക്കുന്നതും ആകും. പ്രീതയ്ക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അവൾക്ക് വളരെയധികം ഹേർട്ട് ചെയ്തു. അതുകൊണ്ട് ഒന്നും പറയാതെ അവൾ ഇങ്ങോട്ട് വന്നു.
ഓബിയസ്ലി എന്നോട് ദേഷ്യമാണ്, കാരണം ഞാൻ എൻഗേജ്മെന്റ് നടത്തിയില്ലല്ലോ. എനിക്ക് വളരെ വലിയ തെറ്റുപറ്റി സർ. എൻ്റെ പാരൻസ് കാരണം എൻഗേജ്മെന്റ് തന്നെ വേണ്ടെന്ന് വെച്ചു. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പ്രീതയില്ലാതെ ജീവിക്കാനാവില്ലെന്ന് സർ. എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തീർച്ചയായും പ്രീതയെ കൊണ്ട് സമ്മതിപ്പിക്കും. എനിക്കറിയാവുന്നതല്ലേ അവളെ, എൻ്റെ പ്രീതയല്ലേ അവൾ. ഞാൻ ഈ സീറ്റിൽ വന്നത് അവൾക്ക് വേണ്ടിയല്ലേ. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പ്രീതയെ സ്വന്തമാക്കുക തന്നെ ചെയ്യും. അതങ്ങനെയാണ്. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരെ അവരെ നഷ്ടപ്പെടുത്തിയ ജീവിതത്തിൽ എല്ലാം തന്നെ നഷ്ടപ്പെടും. സാർ, അതുപോലെ ഞാൻ സാറിനോട് താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നു. സാർ എനിക്ക് ആ ജോലി തന്നതിന്. ഇന്ന് എനിക്ക് പ്രീതയും കാണാൻ പറ്റി. സാറിൻ്റെ തകർന്നുപോയ ജീവിതമാണ് തിരികെ തന്നത്. ഐ എം സോ സോറി സാർ. സാറ് മഹാരാജയുടെ ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? 2 മിനിറ്റ്, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. എന്റെ ദൈവമേ, എനിക്ക് പെട്ടെന്ന് എന്തോ മനസ്സിനൊരു വിഷമം വരുന്നത് പോലെ തോന്നുന്നു. ഈ വീട്ടിൽ ആർക്കോ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നല്. ദൈവമേ, കാത്തു രക്ഷിക്കണേ. അമ്മേ, എനിക്കൊരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാം വേഗം. മോമൻ എന്തു പറ്റി? മോനെ, എനിക്ക് അറിയില്ല എന്താന്ന്. മനസ്സിന് പെട്ടെന്നൊരു വിഷമം പോലെ തോന്നുന്നു. കുറച്ചു നേരം മുമ്പ് വരെ ഞാൻ നല്ല സന്തോഷത്തിലായിരുന്നു. ഷേർലിന് വേണ്ടി സ്നാക്സ് എടുക്കാൻ വേണ്ടി അടുക്കളയിൽ വന്നതാ. പക്ഷെ പെട്ടെന്ന് മനസ്സിൽ എന്തൊക്കെയോ പോലെ തോന്നുന്നു. എന്റെ മക്കൾക്ക് എന്തോ അപകടം പറ്റുന്നത് പോലെ, എന്തൊക്കെയോ പ്രോബ്ലം ഉള്ളത് പോലെ. ആരോ അവരെ ഉപദ്രവിക്കുന്നു, അവരെ ആരോ അടിക്കാൻ വരുന്നു. കിരൺ മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയോ? എന്റെ എനിക്ക് ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് എന്താ പറ്റിയത്? പിന്നെ ഇനി എങ്ങാനും മോം നമ്മുടെ രോഹിത്തേട്ടൻ എന്തെങ്കിലും അപകടം പറ്റിയായിരുന്നോ? യുനോ, ഐ മീൻ ഹി മൈറ്റ് ബി ഇൻ ഡേഞ്ചർ. നീ പറഞ്ഞത് ശരിയാ മോനെ. അദ്ദേഹത്തിന് കുഴപ്പമില്ല, നിനക്കും ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ എന്റെ രോഹിത് മോനായിരിക്കും കുഴപ്പമെന്തെങ്കിലും. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ടെൻഷൻ തോന്നിയത്. ഓ എന്റെ പൊന്നു മോനെ, നിനക്കിതൊക്കെ ഒരു തമാശയാ. ഞാനിവിടെ ടെൻഷൻ അടിച്ച് മരിച്ചു പോകും. അപ്പോഴാ നിന്റെ ഒരു തമാശ. അമ്മ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? ഐ മീൻ, പൂച്ച വഴിമുറിച്ചു പോയാ 7 അടി പുറകെ പോണോ അല്ലേ? പിന്നെ പാലെങ്ങാനും തിളച്ചു മറിഞ്ഞു പോയാ അവന്റെ അച്ഛനുണ്ടല്ലോ. ഇതൊക്കെ പഴയ ആളുകളെ വിശ്വസിക്കാമേ.